ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഷെയർ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം, അതിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞവർക്ക് ഈ ഒരു ഡിബഞ്ചറിൻ്റെ ചാപ്റ്റർ ഈസി ആയിട്ട് തന്നെ നമുക്കതിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ അല്ലേ, അതിനെ ഒരു ചെറിയ യൂണിറ്റ് ആക്കിയിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ്. ആ യൂണിറ്റ് മീൻസ് അതാണ് ഷെയർ അല്ലേ. ഷെയർ എത്ര ഷെയർ ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ്, അത്രത്തോളാണ് ആ ഒരു കമ്പനിയിലേക്ക് അവരുടെ ക്യാപിറ്റൽ വരുന്നത്. എന്നാൽ ഡിബഞ്ചർ ഷെയറിൽ നിന്നും വ്യത്യസ്തമാണ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മീനിങ് ബോറോയിങ് ആണ്. നമ്മളിപ്പോൾ ഓരോ ബിസിനസ്സിലേക്കും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും, അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടമായിട്ട് ക്യാഷ് വാങ്ങും. അങ്ങനെ വാങ്ങുന്നതിലൊക്കെ കൂടിയൊക്കെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള അവരുടെ റിക്വയർമെൻറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക. ഒരു കമ്പനിയിലേക്ക് ലോങ് ടേം റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യം വരുന്ന സമയത്ത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പുറമെ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക്കിൽ നിന്നും ക്യാഷ് കടം വാങ്ങുക, അതിന് ഒരു ഇൻസ്ട്രുമെൻ്റ് കമ്പനി ഒരു ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കുക, അതാണ് ഡിബഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ഫോർ മീറ്റിംഗ് ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് കമ്പനി ജനറലി ഫ്രം ദി പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ കമ്പനിക്ക് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യാം, കടം വാങ്ങിയിട്ട് അവരുടെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. എന്നാൽ ലോങ് ടേം ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്താ ചെയ്യുന്നത്, പബ്ലിക്കിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പുറമെ ഇതിൽ കൂടുതൽ ക്യാഷ് കമ്പനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിബഞ്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. ഇപ്പോൾ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റ് മീൻസ് കടം അല്ലേ. അപ്പം കടം വാങ്ങുകയാണ്, പബ്ലിക്കിൽ നിന്നും ക്യാഷ് കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ഡിബഞ്ചറിന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആ ഒരു ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുത്തിരിക്കണം കമ്പനി. അപ്പോൾ ആൾക്കാരിൽ നിന്നും ഇൻസ്ട്രുമെൻ്റ് കൊടുത്തുകൊണ്ട് പബ്ലിക്കിന് ഇൻസ്ട്രുമെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് കമ്പനിയിലേക്ക് ക്യാപിറ്റൽ വരുന്നത്. അപ്പം ആ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ക്യാഷ് ആ ഹോൾഡർ കമ്പനിയിലേക്ക് കൊടുത്തതിന് പകരമായിട്ട് അവർക്ക് എന്ത് കൊടുക്കണം, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കണം. അതാണ് ഡിബഞ്ചറിന് ഒരു നിശ്ചിത 8%, 12% അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഫിക്സഡ് പെർസെൻറ്റേജിലായിരിക്കും ഡിബഞ്ചർ അറിയപ്പെടുന്നത്. ഇൻട്രസ്റ്റ് അവരെത്രയാണോ ക്യാഷ് കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ 5 lakh ആണെങ്കിൽ ആ 5 lakhനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡർക്ക് കമ്പനി കൊടുത്തിരിക്കണം. എന്നാൽ ബോണ്ട് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. ബോണ്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഡെപ്റ്റ് അണ്ടർ ദ സീൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ സീൽ വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ബോണ്ടും ഡിബഞ്ചറും എല്ലാം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. അപ്പം ഡിബഞ്ചറും ബോണ്ടും തമ്മിലുള്ളൊരു മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഡിബഞ്ചറിന് നമ്മൾ പറഞ്ഞു ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡർക്ക് കമ്പനി കൊടുക്കണം. എന്നാൽ ബോണ്ടിന് എന്തില്ല, ബോണ്ടും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത് തന്നെയാണ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. ഈ ബോണ്ട് പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അതിൽ ബോണ്ടിൽ പറയുന്നുണ്ട്, ഇതിൽ ഡിബഞ്ചർ ഇൻ ഇന്ത്യ ദർ ഈസ് നോട്ട് മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബഞ്ചേഴ്സ്.
ബോണ്ട് ഈസ് എ secured debenture. A debenture which is unsecured does not become a bond. In India, debenture are usually issued as a secured debenture. Debenture എന്താണ് ഒരു secured debenture ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നാൽ ബോണ്ട് ആണെങ്കിലോ ബോണ്ട് ആർ ജനറലി ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ബോണ്ടും ഡിബഞ്ചറും ഏകദേശം സെയിം ക്യാരക്ടർ തന്നെയാണെങ്കിലും ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ബോണ്ട് മെയിൻലി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബോണ്ടിന് എന്തില്ല? ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിനില്ല. ബട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. ഡിബഞ്ചറിനാണെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മുൻകൂട്ടി തീരുമാനിച്ചത് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് പഠിച്ചിട്ടുള്ളത്. ഡിബഞ്ചർ എന്താണ്, ബോണ്ട് എന്താണ്. ഇപ്പോൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് പബ്ലിക്കിൽ നിന്നും കടം വാങ്ങുന്നതിന് പകരമായിട്ട് കമ്പനി ആ ഒരു ഹോൾഡർക്ക്, ആ ഡിബഞ്ചർ ഹോൾഡർക്ക് എന്ത് കൊടുക്കുകയാണ്? ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ സീലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. അതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ബോണ്ടും. എന്നാലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അതേപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബോണ്ടിന് എന്താണ്? പ്രീ ഡിറ്റർമൈൻഡ് അല്ല. എന്നാൽ ഡിബഞ്ചർ ഇത്ര പെർസെൻറ്റേജ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അതും നമ്മൾ പറഞ്ഞു, ഷെയർ പഠിച്ചൊരു ആൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ്. ദ പ്രൊസീജിയർ ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് പ്രാക്ടിക്കലി ദ സെയിം ആസ് ഇൻ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിലും ഫോളോ ചെയ്യുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ദ ടേം ഡിബഞ്ചർ ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ മണി കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ എന്നാണ് എഴുതുന്നത്. എന്നാൽ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്രയാണോ പെർസെൻറ്റേജ്, ഇപ്പോൾ 8% ആണെങ്കിൽ 8% ഡിബഞ്ചർ അപ്ലിക്കേഷൻ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഷെയർ എന്നുള്ള സ്ഥാനത്ത് എന്ത് വരും? എത്ര പെർസെൻറ്റേജ് ഡിബഞ്ചറാണോ ആ പെർസെൻറ്റേജ് ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ജേണൽ എൻട്രിയും സെയിം തന്നെയാണ് വരുന്നത്. ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. പാറിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്രയാണോ 8% ഡിബഞ്ചർ ആണെങ്കിൽ അങ്ങനെ, 12% ഡിബഞ്ചർ ആണെങ്കിൽ അങ്ങനെ. പിന്നെ അത് കിട്ടുന്ന സമയത്ത് പ്രീമിയത്തിലാണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര പെർസെൻറ്റേജ് ആണോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഡിബഞ്ചർ ഒരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. അതേപോലെ ഡിസ്കൗണ്ടിലാണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്രയാണോ പെർസെൻറ്റേജ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് എപ്പോഴും നമ്മൾ കിട്ടുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണെങ്കിൽ അതെന്ത് ചെയ്യും? ബാങ്ക് എവിടെയാണോ ജേണൽ ബാങ്ക് ഡെബിറ്റിലാണെങ്കിൽ ഡിസ്കൗണ്ട് എന്തായിരിക്കും? ഡെബിറ്റ് തന്നെയായിരിക്കും വരുന്നത് അല്ലേ. എന്നാൽ ബാങ്ക് ക്രെഡിറ്റ് വരുന്ന ജേണൽ എൻട്രി ആണെങ്കിൽ ഡിസ്കൗണ്ടും ക്രെഡിറ്റിൽ ബാങ്ക് ഓർ ക്യാഷ്. അതേ രീതി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര പെർസെൻറ്റേജ് ആണോ പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതിലെ ഒരു ക്വസ്റ്റിന് നമുക്ക് ഏതെങ്കിലും അറ്റ് പാറിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും ഡിസ്കൗണ്ടിലാണെങ്കിലും അതിൻ്റെ ജേണൽ നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കമ്പനി ഇഷ്യൂഡ് 7,500 10% ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിബഞ്ചറിൻ്റെ പേര് എഴുതുന്ന സമയത്ത് എന്താണ് ഒരു പെർസെൻറ്റേജ് ഡിബഞ്ചറിന് ഇവിടെ കാണിക്കും. ഇതെന്താണ് 10% ഡിബഞ്ചേഴ്സ് ഒന്നിച്ചാണ് നമ്മൾ ജേണൽ എൻട്രിയിൽ കാണിക്കേണ്ടത്. അതാണ് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. അപ്പം 7,500 10% ഡിബഞ്ചർ. ഇത് 10% നമുക്കിവിടെ കാണാനൊന്നുമില്ല. ആ ഡിബഞ്ചർ എഴുതുന്നതിൻ്റെ മുന്നേ ആയിട്ട് എത്ര പെർസെൻറ്റേജ് ആണോ തന്നിട്ടുള്ളത് ആ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ട് പെർസെൻറ്റേജും കൂടി അതിലേക്ക് എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ നമ്മൾ എഴുതുക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ് എന്ന് എഴുതുക. അപ്പം 7,500 ഡിബഞ്ചറാണ്.
ഓഫ് 100 ഈച്ച്. ഓരോ ഡിബഞ്ചറിൻ്റെയും വാല്യൂ എത്രയാണ്? 100 ആണ്. അറ്റ് എ പ്രീമിയം ഓഫ് 10% പേയബിൾ ഓൺ അപ്ലിക്കേഷൻ. അപ്പം 100 രൂപയാണ് ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ, എന്നാൽ എന്തുണ്ട്? 10% പ്രീമിയം ഉണ്ട് അല്ലേ? അപ്പം എത്രയായിരിക്കും? 110 രൂപക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 10% പ്രീമിയമാണ്. 10% എന്ന് പറയുമ്പം 100ൻ്റെ 10% 10 ആണ്. അപ്പം 100 + 10 = 110 പേയബിൾ ഓൺ അപ്ലിക്കേഷൻ. പിന്നെ അപ്ലിക്കേഷൻ വേർ റിസീവ്ഡ് 8,000 ഡിബഞ്ചേഴ്സ്. 8,000 ഡിബഞ്ചേഴ്സ്. അപ്പം 7,500 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്നാൽ എത്ര അപ്ലിക്കേഷൻ മണി കിട്ടി? 8,000ൻ്റെ അല്ലേ? 8,000 ഡിബഞ്ചേഴ്സിൻ്റെ അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്. പാസ് നെസസറി ജേർണൽ എൻട്രീസ് ഓഫ് ദി കമ്പനി അസ്യൂമിങ് ദാറ്റ് എക്സസ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഈസ് റീഫണ്ടഡ്. അധികമുള്ള അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുകയാണ്? തിരിച്ചു കൊടുക്കുകയാണ്. ഓൺ അലോട്ട്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ അലോട്ട് ചെയ്യുന്ന സമയത്ത് അധികം വന്നിട്ടുള്ള അപ്ലിക്കേഷൻ മണി ആ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 7,500 ഡിബഞ്ചറാണ് കമ്പനിയിലുള്ളത്, അതാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഒരു ഡിബഞ്ചറിന് 100 ആണ്. അത് 10 രൂപ പ്രീമിയത്തിലുമാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ 7,500 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും 8,000 അല്ലെങ്കിൽ 8,000ൻ്റെ അപ്ലിക്കേഷൻ മണി വന്നിട്ടുണ്ട്. അപ്പം ഒരു 500ൻ്റെ അപ്ലിക്കേഷൻ മണി എക്സസ് ആയിരിക്കും അല്ലേ? അത് എന്ത് ചെയ്യാണ്? പാസ് നെസസറി ജേർണൽ എൻട്രീസ് ഓഫ് ദി കമ്പനി അസ്യൂമിങ് ദാറ്റ് എക്സസ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആസ് റീഫണ്ടഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ അലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അപ്ലിക്കേഷൻ എക്സസ് ഉള്ള അപ്ലിക്കേഷൻ മണി തിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ജേർണൽ എന്താണ്? അപ്ലിക്കേഷൻ മണി കിട്ടുന്നതാണ് എഴുതേണ്ടത്. അപ്പം അപ്ലിക്കേഷൻ മണിയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇത് അപ്ലിക്കേഷൻ മണിയാണ് കേട്ടോ, 100 ഈച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനി 7,500 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്, 10% ഡിബഞ്ചേഴ്സ് ആണ്. ഇവിടെ ഒരു ഒറ്റ സെൻറ്റൻസ് ആണ് ഇവിടം വരെ പറയുന്നത്. അപ്പം 7,500 10% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10% പേയബിൾ ഓൺ അപ്ലിക്കേഷൻ. അപ്പം അപ്ലിക്കേഷൻ മണി കിട്ടുന്നത് മാത്രമാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഓരോ ഷെയറിൻ്റെ വാല്യൂ അല്ല, അത് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 രൂപ വെച്ചിട്ടാണ് ഓരോ ഡിബഞ്ചറിനും അപ്ലിക്കേഷൻ മണി കിട്ടുന്നത്, അത് 10 രൂപ പ്രീമിയത്തിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 110 രൂപ അപ്ലിക്കേഷനായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഡിബഞ്ചറിന് എത്ര വാല്യൂ എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അത് ക്ലിയർ ആയോ? ഓരോ ഡിബഞ്ചറിനും ഇത്രയാണ് വാല്യൂ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്ലിക്കേഷൻ മണി കിട്ടുന്നത് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പം അപ്ലിക്കേഷൻ മണി കിട്ടുന്നത് ജേർണൽ എഴുതാം. അത് പ്രീമിയം എങ്ങനെ കാണിക്കുന്നുള്ള ഷെയറിൻ്റെ അതേ മോഡൽ തന്നെയാണ്. എങ്ങനെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഇത് കാണിക്കുന്നത് നമ്മൾ ഷെയർ ആണെങ്കിൽ ടു ഷെയർ അപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പം ഇത് ഡിബഞ്ചർ ആയതുകൊണ്ട് ടു 10%. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 10% ഡിബഞ്ചേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 10% ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ മണി കിട്ടിയതാണ് ഡിബഞ്ചറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പം എത്ര എമൗണ്ട് ഉണ്ടാവുന്നത്? 8,000നുള്ള അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്. 7,500 കമ്പനി ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും അപ്ലിക്കേഷൻ മണി 500 രൂപൻ്റെയും കൂടി അധികം കിട്ടിയിട്ടുണ്ട്. അത് ബാങ്കിൽ കാണിക്കണം അല്ലേ? 8,000ന് എത്ര രൂപ വെച്ചിട്ടാണ്? 110 രൂപ വെച്ചിട്ടായിരിക്കും. കാരണം 100 രൂപ അപ്ലിക്കേഷൻ മണിയും 10 രൂപ അതിൽ പ്രീമിയവും കൂടി ഉൾപ്പെടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 110 രൂപയാണ് അപ്ലിക്കേഷൻ മണി കിട്ടുന്നത്. 110 രൂപ വെച്ചിട്ട് അപ്പം 8,80,000 ഉണ്ടാവും അപ്ലിക്കേഷൻ മണി കിട്ടുന്നത്. അപ്പം ആദ്യത്തെ ജേർണൽ കഴിഞ്ഞു അപ്ലിക്കേഷൻ മണി കിട്ടുന്നത്. ഇനി നമ്മളോട് 1-2 കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുന്നുണ്ട്? എക്സസ് അപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു.
അപ്പം എക്സസ് അപ്ലിക്കേഷൻ മണി ഇവിടെ എത്രയാണ് ഉണ്ടാവുക? 7500 ഷെയറാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, 8000 അപ്ലിക്കേഷൻ മണി കിട്ടി അല്ലേ? ബാക്കി 500 രൂപേൻ്റെ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി തിരിച്ചു കൊടുക്കുന്നുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ജേണൽ നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. അപ്പം എന്താ തിരിച്ചു കൊടുക്കുമ്പോൾ എഴുതുക? 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ക്യാഷ് വരുന്ന സമയത്ത്, അപ്ലിക്കേഷൻ മണി വരുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ എഴുതി. എന്നാൽ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ല, റീഫണ്ട് ചെയ്യുന്നുണ്ട്. റീഫണ്ട് ചെയ്യുന്നത് എന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാനൽ 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പോൾ എത്രയാണ് തിരിച്ചു കൊടുക്കുക? 8000 ഷെയറിൻ്റെത് കിട്ടി, 7500 കമ്പനി ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ബാക്കി 500 ഷെയറിൻ്റെത് എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. 110 രൂപയായിട്ടാണ് അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുള്ളത്. അപ്പം 500 ഷെയറിന് 110 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം? തിരിച്ച് ഷെയറിന് 10 രൂപ, 110 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ 7500 ഷെയറാ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, 8000 അപ്ലിക്കേഷൻ കിട്ടി. എക്സസ് എത്ര ഉണ്ടാവും? 500 ഷെയർസ് ഉണ്ടാവും. അപ്പോൾ 500 ഷെയർസിൻ്റെത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അപ്പോൾ 55,000 ഉണ്ടാവും തിരിച്ചു കൊടുക്കുന്ന അപ്ലിക്കേഷൻ മണി. പിന്നെ എന്താ വേറൊരു കാര്യം കൂടി പറയുന്നത്, അത് പ്രീമിയത്തിലുള്ളത് നമ്മൾ കാണിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ അപ്ലിക്കേഷൻ മണി തിരിച്ച്, അതായത് അപ്ലിക്കേഷൻ മണി കിട്ടിയത് നമ്മൾ ഡിബഞ്ചർ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നില്ലേ, അതേപോലെ 10% ഡിബഞ്ചേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% debentures to securities premium reserve account. ഇതാണ് നമ്മളെ ജേണൽ എൻട്രി. അപ്പോൾ അപ്ലിക്കേഷൻ മണി കിട്ടുന്നത് എഴുതി, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇനി ഈ റീഫണ്ട് ചെയ്യുന്ന ജേണൽ ഇത് കഴിഞ്ഞിട്ട് എഴുതിയാലും പ്രശ്നമില്ല. അപ്പം ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി കിട്ടി, ബാക്കി എക്സസ് അപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇത് ഡിബഞ്ചറിലേക്ക് മാറ്റണം. നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നില്ലേ, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ്. അപ്പോൾ 10%ന് ഡിബഞ്ചറിൻ്റെ മുന്നിലെല്ലാം കൂട്ടണം. ഇത് 12% അല്ലെങ്കിൽ 8% എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ എല്ലാം ആ ഒരു 8% ആണ് കാണിക്കേണ്ടത്. അപ്പം അപ്ലിക്കേഷൻ എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്? നമ്മൾ തിരിച്ചു കൊടുത്തു അല്ലേ, 55,000ൻ്റെത് കൊടുത്തു. അപ്പോൾ 7500ന് 110 രൂപ വെച്ചിട്ടാണ് അല്ലേ കിട്ടിയിട്ടുള്ളത്. അതായത് അധികമുള്ളത് തിരിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് കാണിക്കേണ്ട? 8000 ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, അധികമുള്ളത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഡിബഞ്ചറിലേക്ക് മാറ്റുമ്പം എക്സസ് അപ്ലിക്കേഷൻ മണി കിട്ടിയതും ഇവിടെ കാണിക്കേണ്ട, അത് റീഫണ്ട് ചെയ്തു. ഇനി എന്താണ്? 7500 ഡിബഞ്ചറിന് 110 രൂപ വെച്ചിട്ടാണ് അപ്ലിക്കേഷൻ ഉള്ളത്. അപ്പം 8,25,000 ഉണ്ടാവും. ഇതിലെല്ലാം ഡിബഞ്ചറിലേക്ക് മാറ്റേണ്ടതില്ല, കാരണം പ്രീമിയം ഉണ്ട് അല്ലേ? പ്രീമിയത്തിൻ്റെത് 10 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം? 7500 ഇൻറ്റു 10 രൂപ, 10 പ്രീമിയം ആണ്. അപ്പം 75,000 പ്രീമിയത്തിലും പിന്നെ അല്ലാതെ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? ഡിബഞ്ചറിലേക്ക് 10% ഡിബഞ്ചേഴ്സിലേക്ക് കാണിക്കണം. 7,50,000, അതായത് 100 ഇൻറ്റു 7500, 7000 അല്ലെങ്കിൽ 7500 ഇൻറ്റു 100. അപ്പോൾ ഇത്രയും ജേണൽസാണ് നമുക്കിതിൽ വരുന്നത്. ഇപ്പോൾ ഡിബഞ്ചർ ഇവിടെ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കാം. അപ്ലിക്കേഷൻ മണി കിട്ടുന്നത് 8,000 ഷെയറിന് 110 രൂപ വെച്ചിട്ടാണ്. അത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് കാണിച്ചു. ഇനി അതിൽ എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യാണ്. 500 ഷെയറിനാണ് എക്സസ് വന്നിട്ടുള്ളത്, അതെന്ത് ചെയ്യണം? റീഫണ്ട് ചെയ്തു. പിന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും പോലെ 10% ഡിബഞ്ചേഴ്സിലേക്ക് ഷെയറിന് പകരം ഇവിടെ എന്താണ്? പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പം ഷെയർ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ അപ്ലിക്കേഷൻ മണി എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതാണ് ഇതിൽ കാണിക്കേണ്ടത്. ഞാൻ പറഞ്ഞു എക്സസ് ഉള്ളത് ഇവിടെ കാണിക്കേണ്ട, കാരണം എക്സസ് ഉള്ളത് നമ്മൾ റീഫണ്ട് ചെയ്തു. ഈ എക്സസ് ഉള്ളതല്ല ഇത് പ്രീമിയം അടക്കമുള്ള അപ്ലിക്കേഷൻ മണിയാണ്. 7,500 ഷെയറിന് 110 രൂപ വെച്ചിട്ട്.
പിന്നെ ഡിബഞ്ചറിലേക്ക് മാറ്റുന്നത് ഷെയർ എന്ന് പറയാണ് ഡിബഞ്ചേഴ്സ് ആട്ടോ, ഷെയറിൻ്റെ സ്ഥാനത്ത്. പിന്നെ 10% ഡിബഞ്ചേഴ്സിലേക്ക് മാറ്റുന്നത് 100 വെച്ചിട്ടേ മാറ്റാൻ പാടുള്ളൂ. പ്രീമിയം ഉള്ളത് ഏതിൽ കാണിക്കണം? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റിൽ തന്നെ കാണിക്കണം. എത്രയാണ്? 10 രൂപ വെച്ചിട്ട്, 10 രൂപയാണ് പ്രീമിയം അല്ലേ? 100 രൂപയുള്ള ആപ്ലിക്കേഷൻ മണി 10 രൂപ പ്രീമിയത്തിലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പം 110 രൂപക്കാണ് കിട്ടിയത്. അപ്പോൾ 7500 × 10 പ്രീമിയമാണ് 75,000. അപ്പം ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ജേർണൽസ് വരുന്നത്. അപ്പം ജേർണൽ എൻട്രി ഒക്കെ ഷെയർസിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ്. ഇനി കൊളാട്രൽ സെക്യൂരിറ്റീൻ്റെ പാർട്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഡിബഞ്ചർ ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പാറിലാണെങ്കിൽ എന്തില്ല, ഈ ഒരു പ്രീമിയം വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചർ അപ്ലിക്കേഷൻ കോണ്ടക്ടർ ടു 10% ഡിബഞ്ചേഴ്സ് എന്ന് കാണിക്കും. അവിടെ പ്രീമിയമോ ഡിസ്കൗണ്ടോ ഒന്നും വരുന്നില്ല. അപ്പോൾ പ്രീമിയത്തിൽ വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ഡിസ്കൗണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. അതിലെന്താണ്, ഡിസ്കൗണ്ടിൽ വരുമ്പം ജേർണൽ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേർണൽ എൻട്രി മാറും. അത്ര തന്നെ വ്യത്യാസമുള്ളൂ. അപ്പം ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഏതിലെന്ന് പറഞ്ഞു, ഡിബഞ്ചേഴ്സിൻ്റെ ഇതിൽ പറഞ്ഞു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിബഞ്ചറിനെ കുറിച്ചിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള പാർട്ട് നമുക്ക് നോക്കാം.